ആകപ്പാടെ ചായക്കുള്ള കാശോളൂ കേട്ടോ. നീ അതൊന്നും ചാടിക്കറി ഓർഡർ ചെയ്യല്ലേ? ഒന്നും ഓർഡർ ചെയ്യുന്നില്ല. ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ടു. ചിക്കൻ 3 ചപ്പാത്തി. ഓക്കെ ശരി. എടാ നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എടാ ഞാൻ ഉണ്ണി, 1ാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഉണ്ണി. നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? ഫ്രണ്ടാ, ഫ്രണ്ട്. അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നതാ. ഓ തമാശ തമാശ. നീ ഇപ്പോഴും തമാശ വിട്ടിട്ടില്ല. പിന്നെ വീട്ടിലെങ്ങനെ അച്ഛനൊക്കെ സുഖം തന്നെ? അച്ഛൻ വെച്ചിട്ട് 10 വർഷമായിട്ട്. അത് പിന്നെ എനിക്കറിയാലോ, ഞാൻ കൊച്ചച്ഛന്റെ കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ അച്ഛൻ പിന്നെ അന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്? അച്ഛൻ ലോറി കാര്യല്ലേ മരിച്ചത്? അതെ, ലോറി ഇങ്ങനെ ഹാർട്ടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കേറി അറ്റാക്ക് ആയിട്ടാണല്ലോ മരിച്ചത്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഇതാരാ ഫ്രണ്ടാ? അല്ല, മുതലാളിയാ. ഏത് കമ്പനിയുടെയാ? ഞാൻ കോൺട്രാക്ട്. ഐ എം ഉണ്ണി ഫ്രം ചിക്കാഗോ. എവിടെയാവാ? അയ്യോ, ഇതൊക്കെ എന്തിനാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊക്കെ കഴിച്ചോളാം. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുപിട്ടല്ലേ, സന്തോഷത്തിൽ. എവിടെയോ വെച്ച് കാണാൻ വഴിയില്ല. ഐ എം ഫ്രം ചിക്കാഗോ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? അമ്മ, അച്ഛൻ, പെങ്ങള്? കഴിക്കും സാർ. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. അപ്പൊ ബില്ല് ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. സന്തോഷായി. കിട്ടിപ്പോയി. ഞാൻ ഗായത്രിയായിട്ട് ബൈക്കിൽ പോയപ്പോഴേ ഇവൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞവനാ. എന്നിട്ട് മുതലാളി ഇപ്പോഴാണ് പറയണത് അവന്റെ ഏതായാലും തീരട്ടെ. കഴിക്ക് പോലെ കഴിക്ക്. അയ്യോ രാമൻകുട്ടി എന്തേ കാണിക്കണേ? ബോസൊന്നും കാണിച്ചില്ലല്ലോ. ഇത് ചേച്ചിയുടെ സീറ്റാ. ചേച്ചി അല്ലാതെ ഇവിടെ ആരും ഇരിക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ല. ചേച്ചി കണ്ടാൽ എന്താ ഉണ്ടാവുന്നറിയോ? എന്താ മൂക്ക് കേട്ടു? ഇനി മുതൽ ഈ വീട്ടിൽ ആരെവിടെ ഇരിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ രാമൻകുട്ടി തീരുമാനിക്കും, അല്ലാതെ ചേച്ചിയല്ല. എന്താ രാമൻകുട്ടി പറയണത്? മലയാളം, പച്ച മലയാളം. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവും? രാമേട്ടൻ അവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ വെല്ലേച്ചി വിടില്ലല്ലോ. നല്ല ടേസ്റ്റ് ഈ കറിക്ക്. ഇതാരുണ്ടാക്കിയതാണ്? അത് ഈ കുട്ടി ഉണ്ടാക്കിയതാ. ഈ കുട്ടി ഉണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റാ. സെക്രട്ടറി കുറച്ചുകൂടെ വിളമ്പൂ. വിളമ്പൂ. എന്ത് വൃത്തിയാണ് നീ കാണിച്ചത്? കൂൾ ഡൗൺ മാഡം, കൂൾ ഡൗൺ. പാവം സർവന്റ്, ഒരു അബദ്ധം പറ്റിയതല്ലേ. ഇരിക്കേ മാഡത്തിന് ഞാൻ വിളമ്പി തരാം. പറഞ്ഞാ പോരെ, ഞാൻ വിളമ്പി തരൂല്ലേ? നീ എന്തെന്നാ കാണിച്ചേ? നീ എന്താ വിചാരിച്ചേ? ഇതാരാന്നറിയുമോ? എന്റെ ഭാര്യയുടെ ചേച്ചിയാ. കാണിക്കോ? ഞാൻ ചെല്ലും. നീ എന്നെ തല്ലുവല്ലേ? നീ എന്നെ തല്ലു. പോയി. അമ്മായി. ഓ അസത്തിന് തുടങ്ങി. വെറുതെ കിടന്ന് ഒച്ച വയ്ക്കലടി വട്ടുപിശാശൻ. അമ്മായി, എന്താ മോളെ? ആരാണ് അയാള്? എന്താ അവൻ വല്ല വൃത്തികേട് കാണിച്ചോ? അയാളുടെ ഒരു നോട്ടം കാണണം. മനുഷ്യന്റെ അവിടെ ഇവിടെയൊക്കെ അല്ലേ നോക്കണേ? എടി അതൊക്കെ ഒരു സുഖല്ലടി മോളെ. എനിക്കൊന്നും ഇഷ്ടമല്ല. എന്റെ മോളെ, കല്യാണം കഴിക്കാത്തോണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ കഴിച്ചില്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മള് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോവും മോളെ. എന്റെ മോനവൻ സദാശിവൻ. കൊറേ കാലായിട്ട് അവൻ ദുബായിലായിരുന്നു. ദുർഗ പറഞ്ഞപ്പോഴാ ഞാൻ അവനെ കത്തയച്ചു വരുത്തിയത്. അവന് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ അവന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടാ അവനെത്തിയത്. മോളെ,
1,00,000 രൂപ ശമ്പളം കളഞ്ഞിട്ട് അവനിവിടെ എത്തിയിരിക്കണേ. ആ മോൾക്ക് അവനെ ഇഷ്ടപ്പെട്ടോ? അല്ല ഇഷ്ടപ്പെട്ടില്ല, ഇപ്പൊ തന്നെ പറഞ്ഞേര്. ഞാൻ അവനെ പറഞ്ഞുവിടാ. എടാ സദാശിവ, എടാ സദാശിവ. വേണ്ട അമ്മായി. നീ എന്തിനാടാ പൽപ്പിനോട് മോശമായിട്ട് പെരുമാറിയത്? ഒന്ന് നോക്കി അത്രേ ഉള്ളൂ. ഈ ജാതി ഉരുപ്പിടികളെ കണ്ട് എങ്ങനെ നോക്കാതിരിക്കുക? ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ല. അമ്മയുടെ മോൻ ഇപ്പൊ ഡീസന്റാ. ഓ എനിക്കറിയില്ല നിന്റെ ഡീസല്. നീ നോക്കണം, ഇനി നോക്കണം. അവളല്ല, അവളെ മൂത്തൊരുത്തിണ്ട്. അവളെ ദുർഗാദേവി. ആ നിനക്ക് ഈ അമ്മ വേണ്ട ഒത്താശകളൊക്കെ ചെയ്തുതരാം. അവളാണ് ഈ വീടിന്റെ നെടുന്തൂണ്. എടാ കോടിക്കണക്കിന് സ്വത്തുള്ള തറവാട ഇത്. ഇതെല്ലാം നമ്മുടെ പേരിലാക്കണം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. ഇവിടത്തെ പെണ്ണുങ്ങൾ ആരും ഇതുവരെ കിട്ടിയിട്ടില്ല. മൂത്ത് നരയ്ക്കാൻ തുടങ്ങിയിട്ട് എന്താ പെണ്ണുങ്ങളെ ഇതുവരെ കെട്ടിക്കാതിരുന്നേ? അത് വലിയൊരു കഥയാണ്. ചുരുക്കി പറ. ഇക്കണ്ട സ്വത്തുക്കൾ ഈ പുത്തൂരൻ കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തേക്ക് പോകാതിരിക്കാൻ ഇവിടത്തെ കാരണവര്, അതായത് ദുർഗേര തന്ത, ഒരു വില്ല് എഴുതി വെച്ചിട്ട് ഈ തറവാട്ടിലെ കുട്ടികൾ പുത്തൂരൻ തറവാട്ടിൽ നിന്നല്ലാതെ മറ്റൊരു തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് ഈ സ്വത്തുക്കൾക്കൊന്നും അവകാശം ഉണ്ടായിരിക്കില്ല എന്ന്. അത് ശരി. ബെസ്റ്റ് തന്ത. തന്തമാരായ ഇങ്ങനെ വേണം. സദാശിവ, നിന്റെ ഭാഗ്യം തെളിഞ്ഞൊന്ന് കരുതിയാ മതി. അകന്ന ബന്ധത്തിൽപ്പെട്ടതാണെങ്കിലും ഈ തറവാട്ടിൽപ്പെട്ടതാണ് നീയും. നിനക്കട ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ വിധി. ഏതാ ഈ വാദരോഗി? ഇതാണ് ഈ തറവാട്ടിലെ ഏക ആൺതരി ഉണ്ണി. ടൗണിൽ കോളേജിൽ പഠിക്കും. എന്താണോ നോക്കി പല്ലിളിക്കുന്നത്? നല്ല അനുസരണയുള്ള ചെക്കൻ. ഞാൻ അനുസരണ വീണ്ടും കാണണം. ഇവന് നല്ലൊരു അഭ്യാസിയാക്കണമെന്ന് ആ ദുർഗയുടെ ആഗ്രഹം. ഈ പോക്ക് പോയ അഭ്യാസിയാകും. അവൻ ആരോ ആയിക്കോട്ടെ, നീ ദുർഗയുടെ നേരെ ഒരു കണ്ണു വയ്ക്കണം. പക്ഷേ സൂക്ഷിക്കണം. എന്തിന്? നീ കണ്ടതുപോലെയൊന്നല്ല. അവളൊരാണ, ആരെയും വെല്ലുന്നവള്. കിട്ടും. നിന്റെ കയ്യിലിരിപ്പതല്ലേ? അതല്ല, എവിടെന്ത് കിട്ടി? ആഹാ, അവിടുന്ന് കിട്ടിയോ? എടാ ഇവിടെ വന്ന് കയറിയിരിക്കുന്നത് ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ തെളിവെനിക്ക് കിട്ടി. പണ്ടയാള് പട്ടാളത്തിലായിരുന്നപ്പോൾ അയാളുടെ ഇടത്തെ തൊഴിൽ വെടികൊണ്ടൊരു പാടുണ്ടത്രേ. അതവിടെ കിടന്നാൽ നമ്മൾ ഇവിടുന്ന് കിടക്കേണ്ടി വരും. എടാ മണ്ട, ആ വെടിപ്പാട് കണ്ടുപിടിച്ചാൽ അയാൾ ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിച്ചൂടെ? എന്താണ് വെടികൊണ്ട പന്നിയെപ്പോലെ ഓട്ടം? വെടികൊണ്ട പന്നിയല്ല, പിന്നെ വെടികൊണ്ട പാട്. വെടികൊണ്ട പാടോ? അത് ഈ വെടികൊണ്ട് ഒരുപാട് പേര് കാർഗിൽ മരിച്ചു വീണു എന്ന് പറയായിരുന്നു അല്ലേ? നിനക്കും വെടികൊണ്ടോ? പിന്നെന്താ കാലിന്? അത് ഞാൻ ഈ കരാട്ടെ പ്രാക്ടീസ് ചെയ്യാൻ പോണ്ടല്ലോ, അതപ്പോ തുടങ്ങി. അപ്പൊ ഈ കാലിൽ ഉപ്പൂറ്റിയുടെ ഈ മെഡിലയുടെ ബ്ലാങ്കട്ട് ഇല്ലേ, അതിന്റെ ബ്ലാങ്കട്ടയുടെ മിഡില് ഫെബ്രുവരി 30 എന്റെ കൾട്ടിവേഷൻ ഒടിഞ്ഞ് നോട്ടിഫിക്കേഷൻ പോയി. നിനക്കൊരു കള്ളലക്ഷണം ഉണ്ടല്ലോടാ. അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ. ചലോ 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 എന്ന് പറഞ്ഞിട്ട് ഇയാളെന്നെ നടക്കുക. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവും. ഈ വീട്ടിലാർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഗാർഡനൊക്കെ വെറും പൂന്തോട്ടമാക്കി കളഞ്ഞു. ഇടയ്ക്കൊരു വാഴ. വല്ലാത്ത പ്രാണിശല്യം. പട്ടാപകല് തുണി പൊക്കണം. ഇവന്നെ ഞാനിപ്പോ ശരിയാക്കി തരണം. അയ്യോ മൂർച്ച പോരാ. തോട്ടം അത്ര ശരിയല്ല. ഒന്ന് ചവിട്ടണേ, രണ്ടാളിറങ്ങാനുണ്ട്. ആ ചന്ത മുക്കാളറ് മുതലാളിക്ക് അറിയാമോ, കോടീശ്വരനല്ലേ അവൻ, കോടീശ്വരൻ. കൊട്ടാരല്ലേ അവന്റെ വീട്.
അവന്റെ വീട്ടിൽ കോടിക്കണക്കിന് നോട്ടുകൾ ബാത്റൂമിലും ബെഡ്റൂമിലും ഇങ്ങനെ അടുക്കി വെച്ചേക്കണല്ലേ. ഈ നോട്ടൊക്കെ കൊണ്ടുവന്നെ ആരാന്നറിയാമോ? അണ്ണോടി പാട്ടിയല്ലേ കൊണ്ടുവന്നത്. അത്രയ്ക്ക് കാശുകാരാണ്. പിന്നെ അച്ഛൻ അബ്കാരി, അമ്മ പഞ്ചായത്ത് പ്രസിഡന്റുകാരി, പിന്നെ 3 ചേട്ടന്മാര്. മൂത്തവൻ പണക്കാരൻ, രണ്ടാമത്തവൻ പണക്കാരൻ, മൂന്നാമത്തവൻ പണക്കാരൻ, മൊത്തം പണക്കാരൻ. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ആകാശവാണിയിലുണ്ടായിരുന്നു. എപ്പോഴും പഠിക്കുന്നത് കേട്ടോ. മോലാളി ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ടാണ്. കുറെ നേരമായാലും നടക്കാൻ തുടങ്ങിയിട്ട്. എവിടെയാ അവന്റെ വീട്? അതാ ഞാനും നോക്കണത്. അപ്പൊ കുറച്ച് നടന്നാൽ മതി, ഇപ്പൊ എത്തും. മാമോലാളി കുറച്ചു നടന്നാൽ ശബരിമല എത്തും. യോ എന്തൊരു മായ. മിനിഞ്ഞാന്ന് ഞാൻ വരുമ്പോ അവന്റെ വീട് ഇവിടെ ആയിരുന്നു. ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായോ? ഇത് ഇക്കടിക്കാൻ അറിയിച്ചോ? ഇങ്ങനെ നോക്കരുത് മോലാളി. ഒരു മിനിറ്റ്. അയ്യോ സോറി ചേട്ടാ. ഈ ഉണ്ണികൃഷ്ണന്റെ വീട് എവിടെ? ഈ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഒരു പി ഉണ്ണികൃഷ്ണൻ ഉണ്ട്, പിന്നെ ഒരു കെ ഉണ്ണികൃഷ്ണൻ. ഈ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലല്ല, വെറും ഉണ്ണികൃഷ്ണൻ. അഡ്രസ് എന്താ? പള്ളിപ്പറമ്പിൽ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണനല്ല, പള്ളിപ്പറമ്പിൽ തന്നെ എന്റെ അഡ്രസ്സാ. അത് ശരി. എടോ എന്തെങ്കിലും ഒരു ക്ലൂ താടോ. കൊള്ളു തരാനായിട്ട് 10 പൈസ എടോ കയ്യിൽ. അതല്ല, ആളിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടല്ലോ. ആളെന്ന് പറഞ്ഞാല് ഈ പച്ച ഷർട്ട് ഇട്ടിട്ട് ചുമന്ന കാറില് ഈ വെള്ള ഷർട്ട് ഇട്ടിട്ട് പൊക്കം കുറഞ്ഞ ഈ ഭ്രാന്തുണ്ടോ? അപ്പൊ ഭ്രാന്തുള്ളവരോട് താൻ സംസാരിക്കണം. പോടോ. എന്റെ സ്വഭാവം പറഞ്ഞേക്കാം. വേണ്ട അല്ല മുതലാളി. പോരാ എന്റെ അടുത്ത് വേണ്ട. സത്യം പറ, അറിയോടാ? എനിക്കറിയില്ല. വിളിച്ചോണ്ട് വന്നത് മുതലാളി അളിയൻ, മുതലാളി അളിയൻ, അളിയാ അളിയാ, ഞങ്ങളുടെ അളിയാ. ഓടുന്ന അളിയാ വീഴും. അളിയാ നിൽക്കവിടെ. അയ്യോ അയ്യോ അളിയാ നിക്കളിയാ. ഒടുക്കത്തെ വഴി. അയ്യോ നീ ഒറ്റ ഒരുത്തരല്ല കാരണക്കാരൻ. ആ ഇനിയിപ്പോ എല്ലാം കൂടി എന്റെ തലയിലേക്ക് വെച്ചോ. ആളെ കാണിച്ചത് അവനെ പിടിക്കാൻ മേലായിരുന്നോ? അപ്പൊ അത് മുതലാളിക്കാവായിരുന്നില്ലേ? അല്ലെങ്കിൽ പണ്ടേ അതെ ചായക്ക് പറയാനും തന്തക്ക് പറയാനും ഞാൻ ഒരുത്തനുള്ളൂ. പേടിക്കാതിരി, ഞങ്ങളല്ലേ. എടാ ഞാനൊരു തല്ലാനും കൊല്ലാനൊന്നും വന്നല്ലേ. നിന്നെയും കാര്യത്തിൽ ഒന്ന് കാണാൻ വന്നല്ലേടാ. നേരാ. നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അവളെ അന്വേഷിക്കാറുണ്ടോടാ? ഉണ്ടോന്നോ? അവക്ക് ഈ പരമേട്ടന്റെ കാര്യം പറയാനല്ലേ നേരമുള്ളൂ. പരമനല്ല രാമൻ. ആ രാമന്റെ. അവക്ക് സുഖമല്ലേടാ? ഓ പിന്നെ അവക്ക് പരമ സുഖല്ലേ. വാ നമുക്ക് അങ്ങോട്ട് പോവാം. എന്റെ അമ്മോ! പ്രശ്നം 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 പ്രശ്നമൊന്നുമില്ല. പ്രശ്നം സോൾവ്ഡ്. പോവാ മുതലാളി. എന്തൊരു ആത്മാർത്ഥ കേറ് മുതലാളി. കേരടാ ഇങ്ങോട്ട്. എന്തൊരു സ്നേഹമുള്ള അളിയൻ. ഈ അളിയന്മാരായി എങ്ങനെ വേണം? അവൻ നല്ല പയ്യനല്ലേ. അവിടെ ചെന്ന് അവളോട് ചൂടാനൊന്നും നിൽക്കരുത് പറഞ്ഞു. എനിക്കറിയില്ല. അളിയന്മാരെ പോട്ടെ. ഓക്കേ മുതലാളി, മുതലാളി അവൻ പോണു. മുതലാളി, മുതലാളി അവൻ നമ്മളെ പറ്റിച്ചു. അയ്യോ സാരമില്ല, വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മുതലാളിയെ സമ്മതിച്ചു. വാ. ഈ വഴിമുടക്കിയെ കൊണ്ട് തോറ്റു പണ്ടാറക്കാൻ. നീ വാലെടുക്ക്. ബാക്കി ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞല്ലോടാ. പ്ലാൻ ഞാൻ പൊളിച്ചു തരാം. തെമ്മാടിത്തരം കാണിച്ചതേ നിങ്ങൾ പുന്നാര ആങ്ങ. അന്തിക്കൂട്ടിന് ആളെ ലക്ഷ്യം വന്നത് അടുക്കളക്കാരിയുടെ അടുത്ത്. ഇവരെയൊക്കെ പിടിച്ച് പെട്ടെന്ന് പെണ്ണ് കടിച്ചാണ് കേട്ടോ. അല്ലെ കുടുംബത്തിന് നാണക്കേടാ. ഇവനാ എന്നെ തല്ലിക്കൊല്ല്. എന്റെ വിധി സ്വന്തം ഭാര്യയെ ഒരു കള്ളനെ പോലെ വന്ന് കാണുക. സത്യ ഇവളെന്റെ ഭാര്യ. ഇത് കണ്ടോ? അത് ശരി. എന്നിട്ട് എന്തിനാണ് ഇത്രയും കാലം നീ ഒളിച്ചു വെച്ചത്? ഇക്കാര്യം പുറത്തറിയിച്ച ഇവിടുന്ന് ഇറക്കി വിടുന്നു ചേച്ചി പറഞ്ഞു.
പലപ്പോഴും ഇവളെ കഷ്ടപ്പെടുന്നുണ്ട്. ഇവളെയും കൂട്ടി ഞാൻ ഇവിടെ ഇറങ്ങി പോകാൻ ശ്രമിച്ചതാ. പക്ഷെ ഇവള് സമ്മതിച്ചില്ല. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഒളിച്ചും പാത്തുള്ള ജീവിതം ഒന്നും വേണ്ട. മേഡത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ച് സുഖമായിട്ട് ഒന്നിച്ച് ജീവിക്കും. കുഴപ്പമില്ല ഞങ്ങൾ എല്ലാരും നോക്കി നിൽക്കാതെ അവളെ വിളിച്ച് മുറി പോടാ. ഇത്രയും നാളെ ഈ സദാശിവൻ അഭയം നൽകിയ ജയിൽ തറവാടെ ഞാൻ എന്നേക്കുമായി ഇവിടെ പറയുക. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് സദാശിവ നീ ഇവിടെ പറഞ്ഞു പോണത്? ഏറിയാൽ 2 ആഴ്ച, അതിനുള്ളിൽ നീ ഇവിടെ തിരിച്ചു വരും. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഈ സദാശിവൻ വിട പറയുകയാണ് കോടീശ്വരനാകാൻ, സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക്. വരട്ടെ, അനുഗ്രഹിക്കൂ. പോയി നന്നായി വാ സദാശിവ. സദാശിവ ഞാനെടുത്തില്ല. വണ്ടി എടുക്ക. എങ്ങോട്ടാ? സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക്. മനസ്സിലായില്ല. പുത്തൂരം വീട്ടിലേക്ക് പോണോന്ന്. നമ്മളാരാ പുത്തൂര വീട്ടിലേക്ക്? തച്ചോളി ഉദയനൻ. അല്ല, കണ്ടാ തോന്നില്ല. കണ്ടാ തോന്നുന്നില്ല, പ്രവൃത്തി കാണുമ്പോ തോന്നുന്നു. വണ്ടി എടുക്ക. മോനെ സദാശിവ, എന്താ അമ്മേ? നീ എങ്ങോട്ടാ പോണേന്ന് അറിയോ നിനക്ക്? പുത്തൂരം വീട്ടിലേക്ക്. നമ്മുടെ ലക്ഷ്യം നീ നിറവേറ്റണം. ആവശ്യമെന്ന് കണ്ടാൽ ഹീനമായ ഒരു കൊല നടത്താൻ വരെ തയ്യാറായിട്ടാണ് ഈ സദാശിവൻ വന്നിരിക്കുന്നത്. അമ്മേ, കൊലപാതകയാണോ? നീ മിടുക്കിനാണെന്ന് എനിക്കറിയാം. വണ്ടി വിടറോ? എത്രയായി? 100 രൂപ. ആ, 200 രൂപ. മോനെ സദാശിവ, നീ ഇവിടെ വന്നത് എല്ലാവരും അറിയുന്നു. നീ ഇവിടെ ഒരു ഓളം സൃഷ്ടിക്കണം. അതെ അമ്മേ, ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടോ? അനധികൃതമായി അകത്ത് കിടക്കുന്നവർ അനുഭവിക്കും. അയ്യോ എന്താ ഇവിടെ? എന്താണ് ഇവിടെ? ഞാൻ അനുവാദം ചോദിക്കാൻ അകത്ത് കിടന്നു. എടി, നീ ആ തോക്ക് കൊണ്ട് തടി. ഞാൻ ഇവനെ വെടിവെച്ച് കൊല്ലാം. ഇവന് അത്രയ്ക്കായോടാ. അയ്യോ അമ്മേ, ഞാനാ സദാശിവൻ. അയ്യോ, എന്റെ മോനെ, നീ എപ്പ ഇറങ്ങിയതാ? അല്ല, എപ്പ വന്നു? ഇപ്പൊ അതേ ഉള്ളൂ. എന്റെ പൊന്നു മോനെ, വന്ന് വല്ലതും കഴിക്കടാ. നിന്നെ ഞാൻ വെടിവെച്ച് കൊന്നേനില്ല എന്റെ പൊന്നു. അയ്യോ, ചേട്ടൻ ഇത് എന്തിനുള്ള പുറപ്പാടാ? അവന്മാർക്ക് 2 കൊടുക്കാൻ. അവന്മാരെന്ന് കളിയാക്കെന്ന് വെച്ച് നമുക്കെന്താ? ആ, അങ്ങനെ എന്റെ പെങ്ങളെ ഇപ്പാരും കളിയാക്കണ്ട. എനിക്കിത് ഇഷ്ടമല്ല. ഇങ്ങോട്ടൊന്ന് നോക്കിയേ. നോക്കിയേ, എന്താ ഈ നാട്ടിൽ കാണുന്ന ആമ്പിള്ളാരൊക്കെ തല്ല് ചതയ്ക്കാനാണ് ഭാവമെങ്കിലേ ഞാൻ ഇനി ബൈക്കിലില്ല. ഞാൻ വല്ല ഓട്ടം പിടിച്ചു പോക്കോളാം. അങ്ങനെ പിണങ്ങാതെ. കേറാം. പക്ഷെ ഇനി എന്നെ ആര് കളിയാക്കിയാലും പ്രതികരിക്കില്ലെന്ന് വാക്ക് തന്നാ കേറാം. ശരി, ആ, തീർന്നിട്ടില്ല. അതേ, കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരാകുമ്പോ ചിലപ്പോ ആമ്പിള്ളേർ നോക്കിയെന്ന് വരും. നോക്കിക്കോട്ടെ. ചിലപ്പോ കമന്റ് അടിച്ചൊന്നും വരും. കമന്റ് അടിച്ചോട്ടെ. ചിലപ്പോ കണ്ണിറക്കി കാണിച്ചൊന്നും വരും. കണ്ണറി കാണിച്ചാലേ അവന്റെ കണ്ണീൻ അടിച്ച് പൊട്ടിക്കും. നീ വണ്ടി കയറി കേറ്. എന്താ? അല്ല, എന്താ പ്രശ്നം? എന്താ? അല്ല, ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആണോ? ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഞാൻ ലിഫ്റ്റ് തരാം. അല്ലെങ്കിലോ? അല്ലെങ്കിലും ഞാൻ ലിഫ്റ്റ് തരാം. ഇയാളിങ്ങനെ ഒരുപാട് പേർക്ക് ലിഫ്റ്റ് കൊടുക്കും. അങ്ങനെ ഒരുപാട് പേർക്കൊന്നും ലിഫ്റ്റ് കൊടുക്കില്ല. ഇത് പിന്നെ രാമൻകുട്ടി ചേട്ടനായതുകൊണ്ട് മാത്രം. ഞാൻ രാമൻകുട്ടി ചേട്ടനാണെന്ന് അത് പിന്നെ മുഖം കണ്ടല്ലോ, അറിഞ്ഞൂടെ? മുഖത്ത് എഴുതി വെച്ചോളൂ. അല്ല, അത് രാമൻകുട്ടി ചേട്ടൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? സിസ്റ്റർ അല്ലേ? അല്ല, അമ്മയാ. എന്താ നോട്ടം ഉണ്ടോ? പിന്നെ പോടാ അവിടുന്ന്. കയറി. അത് ഞാൻ പറഞ്ഞോളാം. കയറി. തലവലാതി. ആ, എനിക്കറിയില്ല. Come on, boss. Come on. Come on. അമ്മായി, ദാ എന്റെ അനിയത്തി വിവാഹം കഴിഞ്ഞ് ആദ്യമായി ഭർത്താവിനോടൊപ്പം ഈ തറവാട്ടിലേക്ക് കയറി വന്നിരിക്കുക. നിലവിളക്കെടുത്ത് അവരെ ഐശ്വര്യമായിട്ട് അകത്തേക്ക് സ്വീകരിക്കൂ. മായേ, ഈ
തറവാട്ടിലെ ആദ്യത്തെ വിവാഹം ഇങ്ങനെയായതിൽ എനിക്കൊരല്പം ദുഃഖമുണ്ട്. സാരമില്ല, ഇഷ്ടപ്പെട്ട പുരുഷനെ തന്നെ നിനക്ക് കിട്ടിയില്ലേ? ഭാഗ്യവതിയാ നീ. രാമൻകുട്ടി എന്നും നല്ലൊരു ഭർത്താവായിരിക്കും, അല്ലേ രാമൻകുട്ടി? അയ്യോ പിന്നെ, ചേച്ചി അതിഭാഗ്യവതിയല്ലേ. എത്ര നല്ല അന്യനാ കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആണ്. ഈ ഫുഡിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണ്ടേ? സെക്രട്ടറി, രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ നാളത്തെ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ. എക്സ്ക്യൂസ് മീ, സോറി, എ സി ഇല്ല ഇവിടെ. ബോസിന് എ സി കിടന്നാലേ ഉറക്കം വരുള്ളൂ. പിന്നെ കുളിക്കാൻ ഹോട്ട് വാട്ടർ വേണം, കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് വേണം, നീന്തി കുളിക്കാൻ വാട്ടർ സ്വിമ്മിംഗ് പൂള് വേണം. പിന്നെ ബോസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ ചെയ്യാമയായിരിക്കും. പിന്നെ ബോസ് കഴിക്കുന്ന ഫുഡ് വരെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാവൂ, ഇല്ലേ ബോസ്? ഓഫ് കോഴ്സ്. വേർ ഇസ് കിച്ചൻ? മായേ, രാമൻകുട്ടിയോട് എനിക്കല്പം തനിച്ച് സംസാരിക്കണം. ഓ, അതെന്താ ചേച്ചി? ചേച്ചിക്ക് എന്നോട് എപ്പോ വേണമെങ്കിൽ സംസാരിക്കാമല്ലോ, അല്ലേ മയേ? സോപ്പിട്ട് നീ നന്നായിട്ട് പതപ്പിച്ചോടാ. അധികകാലം നീ പതപ്പിക്കുകയല്ലോ. ഡെങ്കൽ സാഹിബിന് ഉത്തരവായിരുന്നു. മിസ്റ്റർ പപ്പൻ, ഗോ ആൻഡ് അറ്റാക്ക്. ഉത്തരവ് കേട്ടപാടെ ഒറ്റ പാച്ചിലായിരുന്നു ശത്രുവിന്റെ സങ്കേതത്തിലോട്ട്. ഭയങ്കരം. ഞാൻ പതുക്കെ നുഴഞ്ഞു കേറി. കയറാൻ പണ്ടേ എടുക്കണമെന്ന് എനിക്കറിയാം. ആദ്യത്തെ കുറെ ബോംബുകൾ ഞാൻ പിടിച്ചെടുത്ത് തിരിച്ചു ശത്രുക്കള് പടപടപടപടോന്ന് ചാകാൻ തുടങ്ങി. കൺട്രോൾ കിട്ടാനല്ല പറ. പെട്ടെന്നായിരുന്നു ഒരു വെടി എന്റെ നേരെ വന്നു. പപ്പേട്ടിനേക്കാൾ വലിയൊരു വെടിയോ? പറയുന്നത് കേക്കടാ പന്നി. ആ വെടിയുണ്ട് ഞാൻ കാലി കൊണ്ട് തടഞ്ഞു. കാലുകൊണ്ട് തടഞ്ഞെന്നു? അതെ. അതൊരു ഭയങ്കര വെടിയാണ്. നീ കൊറേ നേരമായി എനിക്കിട്ട് പുളക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറയുന്നത് കേട്ടാ മതി. പപ്പണ്ണല്ലേ പറഞ്ഞത് വെടിയുണ്ട കാലുണ്ട് തടുത്തെന്ന്? എന്താടാ സംശയമുണ്ടോ? ഇല്ല. സംശയമുണ്ടോടാ? നിനക്കുണ്ടോടാ? എനിക്കില്ല. നിനക്കില്ലേ? ആർക്കാടാ സംശയം? എനിക്കില്ല. ആർക്കാടാ സംശയം? ആർക്കുമില്ല. കാണിച്ചേരാടാ. നോക്കടാ. പോയാ തുള നോക്കാൻ നടക്കുന്നേ. എത്രയും പെട്ടെന്ന് ഈ പുത്തൂരം വീട്ടിലൊരു മരുമകനാകുക അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. കണ്ടംകുളങ്ങര കരുണാകരൻ ജോത്സ്യന്റെ വിധിപ്രകാരം ഞാനൊരു രാജകുടുംബത്തിൽ നിന്ന് വേളി ചെയ്യുമെന്ന്. സത്യമാണോ? നുണയല്ല പത്മിനി. പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച എന്തോ? ഞാൻ ചന്തുവാണ്. ചന്തു. ആ പഴയ തച്ചോളിക്കഥയിലെ ചതിയൻ ചന്തുവല്ല, ഒരു വടക്കം വീരകഥയിലെ എംടിയുടെ ചന്തു. ഒന്ന് നിക്കണം സാർ. ഈ തറവാട്ടിലെ ഒരാളൊഴികെ ലോകത്തിൽ മറ്റാർക്കും തന്നെ അറിയില്ല ഗായത്രി നിന്റെ ഭാര്യയാണ്. അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ ഇനി മുതൽ ഈ സദാശിവന്റെ അനുവാദം വേണ്ടി വരും. മാഡം, അപ്പൊ പേടിയുണ്ട്. നീ ഏത് പാതാളത്തിൽ അവളോടൊപ്പം പോയി ഒളിച്ചാലും ഞാൻ അവിടെയും വരും. മാഡത്തിന്റെ ഉത്തരവാണത്. ഞാൻ എവിടെ പോയാലും താൻ വരും. എവിടെ പോയാലും വരും. ഡ്യൂട്ടി ഡ്യൂട്ടീസ് ഡ്യൂട്ടി. ഞാനൊന്ന് ചന്ദ്രനി പോയാലോ? അവിടെ വരും. ഞാൻ സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയാലോ? അവിടെയും വരും. ഞാനൊന്ന് കക്കൂസി പോയാലോ? കക്കൂസ് അവിടെയും വരും. എനിക്ക് കോംപ്ലക്സ് ഇല്ല. അവിടെ കക്കൂസിക്കരനെ പരീക്ഷിക്കരുത്. ഞാൻ അവിടെ വരും. നല്ല വെയിറ്റ് ആണല്ലോ. സാമാന്യം. ആരാ സോപ്പ് വെള്ളം അവിടെ കൊണ്ടുവച്ചേ? തന്റെ അപ്പൻ. അല്ല, എന്ത് വേഷായത്? എങ്ങനെയുണ്ട്? കൊള്ളാമോ? മുറ്റത്തേക്ക് ഇറങ്ങിയെന്നാല് വീടിന് കണ്ണു കിട്ടും. കളിയാക്കണ്ട. എന്താ ഇത്? പാല്. ഓ, ഡെയിലി പാല് കുടിക്കൂ? ഭയങ്കര ഗുണ്ടായിട്ടിരിക്കുന്നത്. അയ്യോ, എനിക്കല്ല. പിന്നെ? രാമേട്ടനാ. എനിക്കോ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? അയ്യോ, ഓർമ്മിപ്പിച്ച് നന്നായി.
ഇല്ലെങ്കിൽ വ്രതം തെറ്റിയനെ. വ്രതോ? പിന്നെ കല്യാണത്തിന് ശേഷം 41 ദിവസം വ്രതം എടുത്തോളാന്ന് വഴിപാട് നിർദ്ദേശിക്കല്ലേ. എന്തിന്? നമുക്കുണ്ടാകുന്ന കുട്ടികള് ബധിരരോ മൂകരോ ഒന്നും ആകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് പാല്, മുട്ട, ഇറച്ചി, മീന്, പിന്നെ സ്ത്രീ സമാഗമം ഒന്നും പാടില്ല. നമ്മുടെ ഫസ്റ്റ് നൈറ്റ്? അതൊക്കെ 41 ദിവസം കഴിഞ്ഞ് എല്ലാം നല്ലതിന് വേണ്ടിട്ടല്ലേ. എനിക്ക് ഗുഡ് നൈറ്റ്. ഞാനിവിടെ മാറിക്കിടന്നോളാം. തിരിഞ്ഞു കിടന്നേ. തിരിഞ്ഞു കിടക്ക്. അയ്യോ, രാമേട്ടാ, എന്താ ഇത്? രാമേട്ടന് വ്രതോ? നമുക്ക് സാരമില്ലത്. അപ്പൊ നമ്മുടെ കുട്ടി? നല്ല കുട്ടിയായിരിക്കും. നമ്മുടെ കുട്ടിയെ എന്താണ് ഈ കാണിക്കുന്നത്? രണ്ടുപേരുടെയും കൂടി കൈയിട്ട് രണ്ടുപേരും ചീത്താക്കണ്ടെന്ന് കരുതിയാ. ഇതെല്ലാം മറ്റുള്ളവരുടെ കൈ കൊണ്ടാണോ? സ്വന്തം കൈ കൊണ്ട് വേണം. സ്വന്തം കൈയുടെ കാര്യം പറഞ്ഞ ഒരാള് എന്നിട്ട് ഈ സ്വന്തം കൈയുടെ എന്ത് നേടി? നാട് നീളെ വീട് പണിത് കൊടുത്ത മുതലാളി സ്വന്തം വീടിന്റെ കാര്യം മറന്നുപോയി. നാട്ടിലുള്ള പമ്പള്ളേരെല്ലാം കല്യാണം നടത്തി കൊടുത്ത ഈ മുതലാളി സ്വന്തം പെങ്ങളുടെ കാര്യം മറന്നുപോയി. എന്തിനധികം സ്വന്തം പെങ്ങള് പോയിട്ട് ഈ മുതലാളി ഒന്ന് തിരിഞ്ഞു നോക്കിയ അവളിപ്പ അവിടെ ഉണ്ട്, ചത്ത, ജീവിച്ചിരിപ്പണ്ട, ഇത് വല്ലതും മുതലാളി അന്വേഷിച്ച. എന്നിട്ടിപ്പ സ്വന്തം പറഞ്ഞ ഒരാള്. അവള് നമ്മുടെ ഐശ്വര്യം വരുന്നു മുതലാളി. അവള് പോയതോടെ നമ്മുടെ എല്ലാം പോയില്ലേ. ഒരു പ്രാവശ്യമെങ്കിലും അവളെ കാണണമെന്ന് മുതലാളി ആഗ്രഹിച്ചിട്ടുണ്ടാ? അല്ല ഉണ്ടാ? അവളിപ്പോ എവിടെ ഉണ്ടെന്നാ? അത് ചിയാമി കാണിച്ചുതരാ. ഈ ഇന്ത്യ ഭൂഖണ്ഡത്തിൽ ചിയാമിക്ക് അറിയാൻ പറ്റാത്ത സ്ഥലങ്ങളില്ല മുതലാളി. അത് ചിയാമി മുതലാളി. ചിയാമി എത്തിയോ? എത്തി. എടാ, ബില്ലൊക്കെ പാസ്സായോ? പാസ്സായി. മത്തായിയുടെ വീട് പഠിക്കുള്ള അഡ്വാൻസ് കിട്ടിയോ? കിട്ടിയോ? നമ്മൾ പുതുതായി പണിത വീടിന് വേണം മേനോൻ സാറില്ലേ, അയാളും ഗൾഫിൽ നിന്ന് എത്തി. അപ്പൊ ആ ബാലൻസ് ഓർഡർ കിട്ടും? കിട്ടുന്നല്ല മുതലാളി, കിട്ടി. കിട്ടിയോ? ആ വീട് തകർന്നു വീണു. എനിക്കുള്ള അഡ്വാൻസ് കിട്ടി. മുതലാളിക്കുള്ള അഡ്വാൻസ് തരാനായിട്ട് കുറച്ച് ആൾക്കാർ വന്നതാ. അയ്യോ, ഒളിഞ്ഞു വീണ ഇയാളുടെ കെട്ടിടം നിനക്ക് എപ്പോ ശരിയാക്കി കൊടുക്കാൻ പറ്റും? ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങാം. ഞാൻ ഉറപ്പ് തരിക. ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെ പണി തുടങ്ങാന്ന മുതലാളി പറയണത്? നാട്ടുകാരെ പറ്റിക്കണ പോലീസുകാരെ പറ്റിക്കാൻ പറ്റുമോ? എന്താടാ ഒരു രഹസ്യം പറച്ചില്ലേ? അല്ല, ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിക്കായിരുന്നു. എടാ രാമൻകുട്ടി, 10-20 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യ എന്റെ വീടിന്റെ പണി നീ തീർത്ത് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. സാറേ, ഒരൊറ്റ ആഴ്ച അതിനുള്ളിൽ ഞാൻ വീട് പണി തുടങ്ങിക്കോളാം. ഒരാഴ്ചക്കുള്ളിൽ പണി തീർത്ത് കൊടുക്കണം. വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഇല്ല. ആ പൊയ്ക്കോ. നീ വന്നേ. മുതലാളിനെ വിളിക്കണ മുതലാളിയല്ല നീ. എന്താണ് നിന്റെ പേര്? ചിയാമി. എവിടാ നിന്റെ വീട്? ശരി പൊയ്ക്കോ. പോടാ. ഉണ്ണി, വണ്ടി നിർത്തടാ. കാറ് ആനക്കാടൻ ഇവിടെ ഉണ്ടാ. ഇറങ്ങ. ഈ കാർ ഇവിടെ കിടക്കുന്ന സ്ഥിതിക്ക് അയാൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. ശരിയാണ്, നമുക്കല്പം മാറി നിന്ന് വാച്ച് ചെയ്യാം. വാ. ഇതെന്താ ഇത് ക്യാമറ. എന്തിന്? ആനക്കാട് പപ്പന്റെ ഓരോ നീക്കങ്ങളും ഫ്രെയിം ടു ഫ്രെയിം ഒപ്പിയെടുക്കാൻ. എന്നിട്ട് ഞാൻ സ്റ്റുഡിയോ കൊടുത്ത് വാഷ് ചെയ്ത് പ്രിന്റ് അടിപ്പിക്കും. എന്നിട്ട് പുഴുങ്ങി തിന്നും. മണ്ട, ചിയാമിയുടെ CID ബുദ്ധിയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? തല്ലതാൻ പിടിച്ചാ മതി. ആനക്കാട് പപ്പൻ ക്യാമറ സ്റ്റാർട്ട് ചെയ്ത് പോയി. അയ്യോ, ക്യാമറയും നിന്റെ ഒരു കടം വാങ്ങിച്ച ക്യാമറയാണ്. ഞാൻ എന്ത് ചെയ്യും?
ഈശ്വര, ക്യാമറയുടെ ഓണറോട് ഞാൻ എന്ത് പറയും? നമുക്ക് സൈറ്റിൽ പൊക്കെ ഞാനില്ല. അടുത്താഴ്ച തരാന്ന് പറഞ്ഞ് 50,000 രൂപ വാങ്ങിച്ച ദേവസിക്കുട്ടി. മാലിപ്പുറത്ത് ഫ്ലാറ്റ് പണിയാൻ സിമന്റ് വാങ്ങിച്ച വകയിൽ 75,000 കൊടുക്കാനുള്ള സിമന്റ് ഹംസ. കഴിഞ്ഞ ഓണത്തിന് ഒരാൾക്ക് ബാറ്റഗിറ്റ് അലവൻസ് ബോണസ് അടക്കം കൊടുക്കാൻ വേണ്ടി 25,000 രൂപ വാങ്ങിച്ച ബാലേട്ടൻ. പിന്നെ ചിട്ടിക്കായും അല്ലറയില്ലറ കടങ്ങൾക്കായും കാശ് വാങ്ങിച്ച 10-15 പേര് വേറെ. ഇവരെല്ലാവരും അടക്കം 10-20 പേര് ക്യാഷും കൊണ്ട് മുതലാളി ചെല്ലുമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സൈറ്റിൽ. അതുകൊണ്ട് ഇപ്പൊ പോകുന്നത് ഉചിതമല്ല. ഇതവനല്ലേ? അതെ, അവൻ തന്നെ, മറ്റവൻ. എന്താ എന്താണ് ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. എന്താടാ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല, പോടാ. പൊക്കളാൻ പറഞ്ഞില്ലെന്ന്. രാമൻകുട്ടി ചേട്ടാ! കാലെ പിടിച്ച് വലിക്കും. എന്നടാ? രാമൻകുട്ടി ചേട്ടനെ എന്നെ രക്ഷിക്കണം. മുതലാളി എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ നടക്കുമ്പോഴാണ് അവന് കരയാതെ കാര്യം പറയടാ. എന്നെ രക്ഷിക്കാവും ചേട്ടൻ ആദ്യം വാക്കുതാ. കാര്യം പറയാതെ എങ്ങനെയാണ് വാക്ക് തരുന്നത്? ആദ്യം വാക്കുതാ. നീ മോന്താന്റെ കാര്യം പറയടാ. പരസ്പരം സ്നേഹിക്കുന്ന പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് രാമൻകുട്ടി ചേട്ടൻ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്ത്രീയെ പുരുഷനെ ഒന്നിപ്പിക്കാൻ മുതലാളി എന്താണ് മാമേ? വാച്ച് കേട്ടാതെ കാര്യം പറയടാ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അത്രേ ഉള്ളോ? അത് അവക്ക് എങ്ങനെയാ? അവക്കും ഇഷ്ട. പിന്നെന്താ പ്രശ്നം? പോയി കെട്ടിത്തൂങ്ങി ചാവട, കെട്ടി സുഖിക്ക്. അവിടെ ചെറിയൊരു പ്രശ്നം. എവിടെ? അവക്കൊരു ചേട്ടനുണ്ട്, അയാളാ പ്രശ്നം. അവനത് തെണ്ടിയാടാ. ഇതെന്താ ഇവൻ ഇത്ര പെട്ടെന്ന് ഊമയായ? ഒന്നിന് വേണ പിന്നെ മുതലാളിയാ? അവൻ ആനക്കാട് പപ്പനല്ല. ആനക്കാട് പപ്പൻ മരിച്ചിട്ട് 15 വർഷങ്ങൾ കഴിഞ്ഞു. ആന എപ്പോഴാ ചരിഞ്ഞത്? അത് പറയണമെങ്കിൽ ഒരുപാട് പറയണം. അത് കേൾക്കാൻ എനിക്കിപ്പോ സമയമില്ല. അപ്പൊ പിന്നെ ഈ വീട്ടിൽ അണ്ടർവെയറും ബനിയനും ഇട്ട് തെക്ക് വടക്ക് കിടക്കുന്ന ആ പരാന്നജീവി ആരാണ്? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. പേടിക്കണ്ട, അക്കാര്യം എനിക്ക് വിട്ടേരെ. ഇൻവെസ്റ്റിഗേഷൻ എനിക്ക് എപ്പോഴും ഒരു ത്രില്ലാണ്. എനിക്ക് മനസ്സിലറിഞ്ഞിട്ട് ചോദിക്കാം, താൻ ഏത് ആനയുടെ പാപ്പാനാ? പാപ്പാനല്ലടാ, പപ്പൻ. ആനക്കാട്ട് പപ്പൻ. ഫ്രാഡാണല്ലേ? ഞങ്ങൾ പുത്തൂരം വീട്ടുകാരെ തനിക്ക് ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ. ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചാൽ തല്ലിക്കൊന്ന് കൊക്കയിലെറിയും. അതിന് പ്രസിദ്ധി പറ്റവരാ പുത്തൂരം വീട്ടുകാര്. അറിയാമോ തനിക്ക്? തന്നോടാ ചാലക്കുടി മൂസാഹാജാരുടെ ഭാര്യയുടെ 25 പവൻ സ്വർണം അടിച്ചു മാറ്റി. എറണാകുളത്ത് ജൂവലറി ഉടമസ്ഥന്റെ കാറ് മോട്ടിച്ചു. പാലക്കാട് ചെട്ടിയാരുടെ ഭാര്യയെ പൊക്കിക്കൊണ്ടുപോയി. ഇതിനെല്ലാം പോലീസ് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാ മതി, ആ നിമിഷം നീ അകത്താ. പറയടാ, ഞാൻ ആരാ? പാപ്പാൻ അല്ല, പപ്പൻ. എന്റെ പപ്പേട്ടൻ. मैं उस्ताद होगा, उस्ताद हूँ. समझा? उसका पट्टा. ओड़ा. എന്തൊരു ശക്തി! चल 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 കിഷോർ കുമാർ. ഇതാര് രാമൻകുട്ടിയോ? എടാ, രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ നേരം എന്നെ പോലെ ഓടണം. ഈ 50-ാം വയസ്സിലും എന്നെ ചുരുളുക്കുന്ന രഹസ്യം ഈ ഓട്ടമല്ലേ? മുടങ്ങാതെ 30 ദിവസം ഓടിയാൽ ഈ താടി നേരെയായി. ഒന്നും പറയണല്ലേ ദുർഗെ, ഇവൻ ഭയങ്കര തമാശക്കാരനാ. 50 കഴിഞ്ഞ എന്നോട് ഇവൻ ബലം പ്രയോഗിക്കാൻ വരുന്നു. ഈ പഞ്ച പഞ്ച പഞ്ച. എന്റെ പൊന്നു കുട്ട, നീ എത്ര ബലം പിടിച്ചാലും ജയിക്കാൻ പോകുന്നത് ഈ ആനക്കാട് അപ്പം തന്നെയായിരിക്കും. സംസാ ആയിയേ ബീബി രൂപതര മസ്തല. പാതാരവിന്ദങ്ങളിൽ നമസ്കാരം. ആരാ? എന്താ വേണ്ടത്? എഴുന്നേക്കൂ. എണീക്കിട മോനെ. ഇതാണ് എന്റെ മോൻ. എന്താ പേര്? സദാശിവൻ ഫ്രം ദുബായ്. ദുബായിൽ എന്തായിരുന്നു ജോലി? ജയിലിലായിരുന്നു. ജയിലിലാ? ജയിലെന്ന് പറഞ്ഞാല് ജയിലിലെ ജയിലറായിരുന്നു.
അതെ അതെ, കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഇവന് ഭയങ്കര പേടിയാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവൻ. അമ്മായി പറഞ്ഞുകൊണ്ട് മാത്രമാണ് തന്നെ ഇവിടെ നിർത്താമെന്ന് തീരുമാനിച്ചത്. ഇവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അറിയാലോ. അനുസരണയോടെ നിൽക്കണം. അനുസരണയുടെ കാര്യത്തില് ഇവനും പോമറയും പറ്റി ഒരുപോലെയാ. ഇവൻ മാത്രല്ല, ഇവന്റെ അച്ഛൻ അങ്ങനെയായിരുന്നു. ആരാണ് എന്റെ അച്ഛൻ? മിണ്ടാതിരിട കഴുത. അതിന് ചൂടാവുന്ന എന്തിന്? ഞാൻ അറിയാൻ ചോദിച്ചല്ലേ. വഴക്കൊന്നും വേണ്ട. അച്ഛൻ ആരെങ്കിലും ആയിക്കോട്ടെ. യെസ് മാഡം. എന്ത് പറഞ്ഞാലും യെസ് മാഡം യെസ് മാഡം ഒന്നും വേണ്ട. നോ മാഡം. അല്ല യെസ് മാഡം. എന്നാൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. നോ മാഡം. യെസ് മാഡം. എങ്ങനെയുണ്ട് അമ്മ എന്റെ പെർഫോമൻസ്? ഫാന്റാസ്റ്റിക്. അമ്മ ഇംഗ്ലീഷും പഠിച്ചോ? യെസ് മൈ സൺ. മാലയൊന്ന് കൈയിടുകടാ. കണ്ടല്ലേ? അതല്ല അതിന്റെ നമ്പറാണോ? അറിയോ, കവിച്ചു വെച്ചാ പോരെ. മുതലാളി, നീ ഒരു ബാൻഡ് സെറ്റുകാരി. അല്ല, അത് വാച്ച്മാനാ. വാച്ച്മാനല്ല, വാച്ച്മാൻ ഈ പെണ്ണല്ലേ. അവിടെ ഇരുന്നു. നീ അങ്ങോട്ട് പോകോ. വേണ്ട, ഞാൻ ഇങ്ങോട്ട് പോകാം. ആരെങ്കിലും ഒന്ന് ഓടി വാ. ഒരു കള്ളൻ കയറിയിട്ടുണ്ട്. ആരാ? വനിതയല്ലേ സെക്യൂരിറ്റി? കാണുന്നില്ല. എനിക്ക് പേടിയാവും. ഞാൻ പോവാ. ഈ മുതലാളി ഏത് ഗോഡൌണിലേക്ക് പോയാവോ? എടാ, പുറത്തിറങ്ങണ്ടെന്ന് വെച്ച് സമ്മതിക്കും. ആരാ ജനല് തുറന്ന്? ആരും കാറ്റായിരിക്കും. കണ്ടോ? കണ്ടില്ല. രക്ഷപ്പെട്ട്. എടാ, നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കടാ. അമ്പടാ. ഇതിലില്ലേ? എടാ, നിന്നെ എന്റെ കയ്യിൽ കിട്ടൂടാ. നീ എന്താ ഇവിടെ നിക്കണേ? എന്താ? എടാ, നമ്മുടെ വീട്ടിനകത്തൊരു കള്ളൻ കയറി. ആണോ? നീ എന്തെങ്കിലും ഒച്ച ബഹളം കേട്ടാ അപ്പ എന്നെ വിവരം അറിയിക്കണം കേട്ടോ. കവലമൊക്കല്ലേ? അത് നോക്കിയോ, നോക്കിയോ. വെട്ടി അരിഞ്ഞ് ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. 2 പേര് പറഞ്ഞു. ആണോ? ഇനി ഒരാളും കൂടെ പറയാനുണ്ട്. കണ്ടിന് ഭയങ്കര ഉജാലയുടെ മണം. നീ വേഗം പൊയ്ക്കോ. ഇവിടെ മുതലാളി ഇതിനകത്തുണ്ട്. മുതലാളി ഞാൻ പറഞ്ഞു വിട്ടോളാം. നീ ചെല്ല്. കൊത്തി കൊത്തി അരിയിക്കാൻ. എന്താ? ഒന്നുമില്ല. എന്താ പിന്നെ പറയണ്ടേ? ഉണ്ണി, കള്ളനെ കണ്ടോ? കണ്ടു. എവിടെ? മോളില്. അവിടെ അവിടെ. ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ജയിലിൽ വെച്ചാണ്. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നേ? അയ്യോ, ഞാൻ കൊണ്ടുപോകാൻ വന്നതാണ്. അന്നയുടെ മുതല് കൊണ്ടുപോകുന്ന കളവെന്ന് പറയുന്നത്. അയ്യോ, ഞാൻ നേരിട്ട് കണ്ട് കൊണ്ടുപോകാൻ നീ മിണ്ടുപോരുത്. ആരെ കൊണ്ടുപോകാൻ വന്നതാണെന്നാ നീ പറയുന്നേ? എന്റെ മുതലാളിയെ. മുതലാളിയോ? ആരാണ് നിന്റെ മുതലാളി? എന്റെ മുതലാളി അറിയില്ലേ? എന്റെ മുതലാളി, എന്റെ മുതലാളി. അയ്യോ, ഒരുത്തന്റെ ഭരണം തുടങ്ങിയതോടുകൂടി പണിയെടുത്തതിന്റെ നടൊടിഞ്ഞു. ദേ വന്നിരിക്കുന്നു വേറെ ഒരുത്തൻ, ഉല്ലൂക്കപ്പട്ട. ഓ, അവന്റെ മുടിഞ്ഞ ഒരു ഇന്തി. പൽപ്പിനി, അവൻ ദുർഗയുടെ ഭർത്താവൊന്നല്ലടി, ഏതോ കള്ളനാണ് അവൻ. കള്ളനായാലും കുള്ളനായാലും ആള് നല്ല രസികനാ. എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഓ, ഈ അരവട്ടിനോട് പറഞ്ഞ് എന്നെ വേണം കൊല്ലാൻ. നോക്കിക്കോ.
ഒരു ദിവസം ഞാൻ അവന് ചോറിൽ വിഷം വെച്ചു കൊടുക്കും. അതോടെ തീരുന്ന അവന്റെ പരിപാടി. എടി, ഞാനൊരു രഹസ്യം പറയട്ടെ. ഒരിക്കൽ സദാശിവന്റെ അച്ഛന് ഞാനൊരു പണി കൊടുത്തതാ. പിന്നെ ഇത്രയും കാലായിട്ട് അയാളുടെ പൊടിപാട് കണ്ടിട്ടില്ല. എന്തിനാ ഭാർഗവത്തല്ലേ വെറുതെ നുണ പറയുന്നത്? നിങ്ങൾ വടക്കേപ്പുറത്തെ തിരുമേനിയുമായിട്ട് ലോഹ്യമായതുകൊണ്ടല്ലയോ ഭർത്താവ് പ്രഭാകരൻ ഈ നാട് വിട്ടു പോയത് അല്ലേ? നിങ്ങളുടെ മോനില്ലേ സദാശിവൻ, അവൻ ആ തിരുമേനിക്കുണ്ടായ മകനല്ലേ? ഞാൻ അറിയാൻ ആഗ്രഹിച്ചതറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മോൻ സദാശിവൻ ഈ പുത്തൂരം വീട്ടുകാരനല്ല. അവൻ ഇവിടുത്തെ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല. അയ്യോ, ഇല്ലേ? സ്വത്ത് കിട്ടുമെന്നുള്ള മോഹമൊന്നും വേണ്ട ഭാർഗവിത്തള്ളേ. പിന്നെ എന്നോട് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മരിക്കും വരെ ഇവിടെ കഴിയാം, അമ്മയ്ക്കും മകനും. സമ്മതം മോളമ്മേ. എന്തേ ഭാർഗവി? എന്തോ? എനിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കേ. ഓ, പിന്നെ പൊരട്ടാൻ രാസാദിപ്പൊടിയിട്ട് കാച്ചിയ കുറച്ച് എണ്ണ എടുത്തു വെക്കേ. ആ, സംച സംശ. ബഹൻ കാവോ? ഓ, അവന്റെ ഒരു ഉല്ലൂക്ക. എല്ലാം ഞാൻ കേട്ടു. തന്തയില്ലാത്ത എനിക്ക് സ്വന്തം തന്തയെ പോലാണ് പപ്പേട്ടൻ. എന്നോട് ദയവുണ്ടാകണം. പപ്പേട്ടൻ്റെ കൂടെ ഞാനുണ്ട്. നമുക്കിവിടെ ഒരു കലക്ക് കലക്കണം. കിട്ടുന്നത് 50-50. ഉറപ്പിക്കേ. എല്ലാം അടിച്ചു മാറ്റി ഇവിടെ കുളം കോരി നമുക്കൊരു വള്ളം കളി നടത്തണം. കുട്ടനാടൻ പുഞ്ചായില്ലേ കൊച്ചു. നിർത്തി. നടന്നോ, ധൈര്യമായി നടന്നോ. പപ്പേട്ടനോട് ഞാനുണ്ട് സദാശിവൻ. ഞാനിപ്പോ പുത്തൂരം വീട്ടുകാരനല്ല, ആനക്കാട്ട് സദാശിവൻ. ആരുണ്ടടാ ആനക്കാട്ടുകാരോട് വിരടാൻ? ചുണകൾ ആമ്പിള്ളേരുടെ ഇറങ്ങി വാടാ. ഏത് മാണിക്യമംഗലത്തെ രാമൻകുട്ടി ഞങ്ങൾക്ക് പുല്ലാണടാ, പുല്ല്. ചുണകൾ ആമ്പിള്ളേരുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആനക്കാട്ടവരോട് ഏറ്റുമുട്ടാൻ ഇനിയൊരു രംഗത്തിന് ബാല്യമുണ്ട്. ഞങ്ങൾ തയ്യാറ്. വരണ്ടല്ലേ? ഒരു സ്റ്റൈലിൽ ഞാൻ പോയി രണ്ടെണ്ണം പൊട്ടിച്ചേച്ച് വരട്ടെ. വേണ്ടടാ. വേണ്ടല്ലേ? സമയമുണ്ട്. അതെയോ, പോയിട്ട് വരട്ടെ. മുതലാളി, ഇനി ഇവൻ ഇവിടെ വെച്ചുറപ്പിച്ച ശരിയാവില്ല. നീ വാച്ചൊന്നും നോക്കണ്ട. 6 മണി കഴിയാതെ നിനക്ക് ഞാൻ കൂലി തരില്ല. എന്നെ പഠിച്ച് രക്ഷപ്പെടാവുന്ന ഒരുത്തനും കരുതണ്ട. ശരിക്കും ജോലി ചെയ്യടാ. ശരിക്കും പണിയടാ. തനിക്കുള്ള പണി ഞങ്ങൾ തരാടോ. സോറി. ഈ പാര എന്തിനാടോ? ഈ പാര കൊണ്ട് പപ്പന് ഞാനൊരു പാര പണിയും. ഒടുവിൽ ഈ പാര നമുക്കൊരു പാരയാവരുത്. നീ നോക്കിക്കോ. പപ്പൻ അറിയാതെ പപ്പന്റെ മുണ്ടിൽ ഞാൻ ഈ പാര കുത്തി ഇറക്കും. പപ്പൻ മുന്നോട്ട് നടക്കുമ്പോ മുണ്ടുലിഞ്ഞു വീഴുന്നു, തുടയിലെ പാട് നമ്മൾ കാണുന്നു. എങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ആരംഭിക്കാം. ആ പുല്ലോട് കളയടാ. എന്താണ് പിള്ളേരെ പാരയൊക്കെ ആയിട്ട്? ഒന്നുമില്ല ചേട്ടാ, അത് പറമ്പില് കള കുറച്ച് കൂടുതലാ. അത് കളഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് പിന്നെ ഈ പാടും എന്നാ പാടും? പിന്നെ അത് പറിക്കാനുള്ളൊരു കഷ്ടപ്പാടും. ഓ, ആ പാടും. എന്താണ് കൊച്ചളിയാ, നീ ടിഫിനൊക്കെ കഴിച്ചോ? കഴിച്ച് മുട്ടയും പാലും ഒക്കെ മുടങ്ങാതെ കഴിച്ചോണം, നല്ല ആരോഗ്യം വെക്കത്തുള്ളൂ. അതെ നോക്കി നിൽക്കാതെ കള പറിക്കടാ. കള പറിച്ചോണ്ടിരിക്കല്ലേ. ഒരുപാട് അണ്ടർവെയർ കണ്ടിട്ടുണ്ട്. മുട്ടുവരെയുള്ള അണ്ടർവെയർ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനും. സോറി. സദാശിവ, എന്താ ഇത്? നിന്നോട് ആര് പറഞ്ഞു ഈ വേഷം ഇട്ട് ഇവിടെ നിൽക്കാൻ? ഒക്കെ രാമൻകുട്ടി ചെയ്ത പണിയാ. ഇന്നലെ എന്നെ കൈക്കോട്ടുകൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഇന്ന് എന്നെ കൈ കൊണ്ടടിച്ചു. എന്നിട്ട് ഈ വേഷം ഇടിവിച്ച് എന്നെ നിർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു മാഡത്തിന് തരാൻ വേറൊരു വേഷം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെന്ത് വേഷം? പിശാചിന്റെ വേഷം. റാസ്കൽ! ചേച്ചി അവൻ എന്നെ തല്ലി. ആര്? ആ രാമൻകുട്ടി, മായയുടെ ഭർത്താവ്. നിന്നോടാരാ ഈ ജോലി ചെയ്യാൻ പറഞ്ഞേ? ആരാടി നിന്നൊക്കെ ഈ ജോലി ഏൽപ്പിച്ചത്? രാമൻകുട്ടി സാറാ. അമ്മായി, എന്തായി കാണിക്കുന്നത്? എന്നാലും മോളെ, എനിക്ക് ഈ ഗതി വന്നില്ലേ. ഇന്നലെ വരെ ഞാനൊരു കർച്ചീപ്പ് പോലും കഴുകാത്തല്ലേ മോളെ. കണക്കിന് പോയി അവന്റെ ഉടുതുണി പോലും ഞാൻ കഴുകേണ്ടി വരില്ലേ മോളെ. എന്ത് ചേച്ചി, എന്നെ വിളിച്ചോ?
മാഡം വെയിലത്തുനിന്ന് വന്നല്ലേ, നല്ല ക്ഷീണം കാണും. യു വാണ്ട് ഫ്രൂട്ട്സ് ഓർ സോഫ്റ്റ് ഡ്രിങ്ക്സ്? കൊക്കോള, ഫാന്റ, മിറാണ്ട? രാമൻകുട്ടി, എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചേച്ചി, ദുരുദ്ദേശം തന്നെ. അയ്യോ ചേച്ചി, നശിപ്പിക്കാനൊന്നും എനിക്ക് ഭാവമില്ല. പക്ഷേ ഞാൻ ഈ തറവാടിന്റെ നടുക്ക് ഒരു ചെറിയ കുളം കുഴി. ആ കുളം ഞങ്ങൾ വികസിപ്പിച്ച് വലിയൊരു സ്വിമ്മിംഗ് പൂൾ ആക്കും, ഇല്ലേ ബോസ്? എന്നിട്ട് ഞാൻ അവിടെ നീന്തി കുളിക്കും. അധികം നാൾ നിനക്ക് ഇവിടെ വിലസാൻ കഴിയില്ല. അല്പായുസ നീ, അതുകൊണ്ടാ ഇങ്ങനെയുള്ള ദുർബുദ്ധിയൊക്കെ തോന്നുന്നത്. ഇവനോട് ആദ്യം സംസാരിക്കണം മാഡം. പിടിച്ച് വെളിയിലിറക്കി ചേട്ടെ. വേണ്ട ബോസ്, വേണ്ട, വിട്. അയ്യേ, കയ്യാങ്കളിക്ക് സമയം ആവട്ടെ. ഇനി ഇവിടെ നിന്ന് ആരെങ്കിലും ആവശ്യമില്ലാതെ സംസാരിച്ചാല് മാഡം, കണ്ടതല്ല കാണാൻ പോകുന്നത്. കാണാത്ത പലതും ഇനി കാണേണ്ടി വരും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കൂർക്ക ചേച്ചി, കള്ളമാണ്, പച്ച കള്ളമാണ് ചേച്ചി പറയുന്നത്. ഇങ്ങനെ ഒരു വിൽപത്രം അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. നിനക്ക് ഉറപ്പാണോ? ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ഉറപ്പില്ല. അച്ഛൻ വിൽപ്പത്രം എഴുതിയിട്ടുണ്ടോ? അതുണ്ട്, അത് എവിടെയാണെന്നറിയോ? അറിയാം. പക്ഷേ എന്താ ഒരു പക്ഷേ? അത് ചേച്ചിയുടെ മുറിയില്ല. എങ്കിലൊരു പക്ഷേയില്ല. ഇന്ന് രാത്രി നമ്മള് രണ്ടുപേരും കൂടി അത് മോഷ്ടിക്കുന്നു. തലവണ അടിയിൽ ഹലോ, മുരിങ്ങാട്ടറ കുരുവിള സാറിന്റെ വീട്ടിലെ സാറിനൊന്ന് കിട്ടോ? അത്യാവശ്യ കാര്യം പറയാനാ. റോങ് നമ്പർ. എന്താടോ? എന്താടോ? എന്താണെന്ന്? എന്താണെന്ന് എന്താണ് അത് തന്നെ ചോദിച്ചത്? എന്താണെന്ന്? എന്നാ പോ. നിങ്ങൾ പോ. നിങ്ങൾ പോ. പോവാം. ഈ പോക്കിൽ എന്തോ പന്തികേടുണ്ട്. കുടിക്കാറുണ്ടോ? കുളിച്ചോണ്ടിരുന്നോ? വാതിൽ ശരിക്കും പൂട്ടിയോ? പിന്നെ നിധി ഇരിക്കല്ലേ ഇതിന്റെ അകത്ത്? എന്താ? കഴിഞ്ഞതെല്ലാം രാമേട്ടൻ മറക്കണം. ഞാൻ അറിയാതെ ചെയ്തു പോയതല്ലേ, എനിക്ക് മാപ്പ് തരണം. എടി കൊച്ചെ, നിനക്ക് വേറെ യാതൊരു പണിയില്ലേ? കുറച്ചു ദിവസം നീ എന്റെ പുറകെ നടന്ന് മാപ്പാക്കണം എന്ന് പറയുന്നു. എന്ത് കഷ്ടായത്. ശരിയാ, എന്തൊരു കഷ്ടം ഇത്. കുട്ടി, ഈ രാമൻകുട്ടി മുതലാളിയെ കുട്ടിക്ക് അറിയാൻ പാടില്ല. മുതലാളി ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാ. മുതലാളി ഒരു മാപ്പ് കൊടുത്തു. ഉണ്ടെങ്കിൽ കൊടു, ഇല്ലെങ്കിൽ പോവാ. ആ വഴി പറ, എനിക്ക് പോണം. പോണെ പൊയ്ക്കോ. എന്നോട് ക്ഷമിച്ചൊന്ന് പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല.
പോണ്ട, ഒരു പായം തന്നെ എടുത്തു തരാം. തിരിച്ച് കടന്നോ ഇവിടെ. നീ എവിടെ പോവാ? അല്ല പായം തല മതിയത്. ഇവിടെ പോയില്ലേ? ഇതുവരെ പോയില്ലേ? കൊടുക്കാനല്ല അങ്ങോട്ട് കൊടുത്താ അതങ്ങ് പോകില്ല മുതലാളി. എന്ത് മാപ്പ്. പാപ്പോ? ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞ. ആ ക്ഷമിച്ചു, നീ അങ്ങ് പറഞ്ഞാ മതി. ക്ഷമിച്ചു 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 ഒക്കോ. ഇതായി പോണില്ലേ? പോണില്ല. എന്താ പിന്നെ? അയ്യേ മുതലാളി. നീയായിരുന്നോ? കള്ളനോ? നീ സ്വപ്നം കണ്ടായിരിക്കും. അവിടെ അല്ല, ഇവിടെ. ഈ മുടിഞ്ഞ പട്ടികൾ ഉറങ്ങാനും സമ്മതിക്കൂലേ? ആരാത്? 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 പട്ടികളൊക്കെ ഇപ്പൊ ആടിന്റെ ശബ്ദത്തിലാ കരയണത്. നോട്ടിത് കേട്ടാ? ഈശ്വര, ഇതെന്തത്? തൽക്കാലം 50,000 ആവശ്യമല്ലുള്ളൂ. അത്യാഗ്രഹം പാടില്ല. കരഞ്ഞോണ്ടിരി. തീർന്ന ഈശ്വര, രക്ഷകൻ ആടിന്റെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ച. എന്താ ഇത്? രണ്ടാളുടെ സംസാരം തീർന്നില്ലേ? അതെ, ചേച്ചി എന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഞാൻ മായോട് പറയട്ടെ? എന്താ ചേച്ചി കാര്യം? പറയട്ടെ? പറയാൻ പോവാ. പറയട്ടെ? ചേച്ചിയെ എനിക്ക് ഒരു പോക്കറ്റ് മണി തന്നു. ഇപ്പോൾ സമയം 11 o'clock. 11 o'clockന് വാക്യത്തെ പ്രയോഗിക്കാം. സോറി, ചെക്കോസ്ലോവാക്കിൽ നിന്ന് മാനേജർ വിളിക്കും. 11:30 നമ്മളെ ബാലരമ വായിക്കുന്ന സമയമാണ്. 11:35 വീഡിയോ ഗെയിം കളിക്കുന്ന സമയമാണ്. 11:35 to 85. 85? No, 99. Boss, come on. Beat again. ഇനി ഞാൻ അളിയാന്ന് വിളിക്കൂല, കണ്ണാന്നേ വിളിക്കൂ. ഇത്രയൊക്കെ ചെയ്യാൻ എവിടെ ധൈര്യം കിട്ടി? കള്ള, എന്റെ പെങ്ങളെ വളച്ചെടുത്തല്ലേ? ആരാ നിന്റെ അളിയെന്ന്? കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. അവര് കെട്ടിപ്പിടുത്ത ഉമ്മ വയ്ക്കാതെ നക്കലും. എടാ, ഞാൻ നിന്റെ ആരാ? ഭാര്യയുടെ ആങ്ങളാ. ഭാര്യയുടെ ആങ്ങളെയോ? ഞാൻ നിന്റെ മൂത്ത പെങ്ങളെ ഭർത്താവാ. മനസ്സിലായോ? അതായത് അച്ഛനില്ലാത്ത നിനക്ക് അച്ഛന് തുല്യമാ. മനസ്സിലായോ? മനസ്സിലായി. ആ, അപ്പൊ നീ എന്നെ എന്താ വിളിക്കേണ്ടത്? അച്ഛാന്ന്. എടാ, ഇന്നു മുതല് ഈ വീട്ടിലെ കാരണവർ ഞാനാ. മനസ്സിലായോ?
അതായത് ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകൻ. ഇനി ഈ വീട്ടില് ഞാൻ പറയുന്ന പോലെ നടക്കൂ. മനസ്സിലായോ? ഓ, സമയം ഒരുപാടായി. പോയി കിടന്നോളൂ. പോകൂ, ഉറങ്ങൂ. അച്ഛാ